ഹായ് വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് പുത്തനത്താണ്. പുത്തനത്താണ് നിയർ പട്ടരക്കാവാണ് നമ്മളുള്ളത്. ഈ വീടിൻ്റെ ഡിസൈൻ കണ്ടല്ലോ, ഒരു കണ്ടംപററി വിത്ത് നമ്മളൊരു സ്ലോപ്പ് റൂഫാണ് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 11 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ചെയ്തൊരു അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലാണ്. അതിൽ ചെറിയ ഡോട്ട്സുകൾ സെൻട്രൽ ഇങ്ങനെ പോർഷന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു മിനിമലായിട്ട് ഗാർഡനും ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ആ ചെടികളൊക്കെ നല്ല രസമായിട്ട് തന്നെ. ബാക്കി താഴത്ത് നാച്ചുറൽ ഗ്രാസാണ്, അതങ്ങനെ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്, കിണർ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതിനെ ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പേരെ GI ചെയ്തിട്ടുണ്ട്. എലിവേഷൻ്റെ ഈ പോർഷനിൽ വരുമ്പോൾ ഇവിടെ മേലത്തെ ആ ഒരു അപ്സ്റ്റെയറിലാണ് നമ്മുടെ ഈ ഒരു സൈഡിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ടഫൻ ഗ്ലാസ്സിൽ നമ്മൾ സ്റ്റീലിലാണ് അതിൻ്റെ ഫ്രെയിമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മേലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കണ്ടംപററി വിത്ത് ഒരു സ്ലോപ്പ് റൂഫാണ് ടോട്ടലി നമ്മുടെ ഈ വീടിൻ്റെ ഡിസൈൻ വരുന്നത്. ഇവിടെ നല്ലൊരു മനോഹരമായിട്ട് തന്നെ ഇവിടെ ഒരു ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ ഒരു കളറിന് കറക്റ്റ് മാച്ചായ രീതിയിലാണ്. അത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ വീടിൻ്റെ ഡിസൈനിലോട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ അടിപൊളിയായിട്ട് പുറത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മിനിമൽ ഡിസൈനിൽ തന്നെ ചെറുതായിട്ട് ആ നമ്മുടെ വിൻഡോൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ട്രീ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എലിവേഷൻ്റെ ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ഇതാണ് നല്ല ഡിസൈൻ, പുറത്തേക്ക് നന്നായി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ വിൻഡോ കണ്ടല്ലോ, ആ വിൻഡോ വൈറ്റിൽ പ്ലസ് ഈ ഒരു ഡിസൈനിൽ വരുമ്പോൾ ടെക്സ്ചറിലാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. അതുതന്നെ നമ്മളെ ഈ ടോട്ടലി ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗിയുള്ള ഏരിയയാണ് എലിവേഷനിൽ ഈ ഒരു ഏരിയ. ഇനി നമ്മൾ ഈ പോർഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ സെൻട്രൽ പോർഷൻ കണ്ട പോലത്തെ ഒരു ഡിസൈനിലാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്രെയിമുകൾ GIയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ആ ഒരു കളർ പാലറ്റിനനുസരിച്ച് തന്നെ താഴെ നമ്മളെല്ലാ ബോർഡറിലും ഉണ്ട് ഇതേപോലെ ചെറുതായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ നല്ല ഓപ്പൺ സ്പേസിലാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. മേൽഭാഗം ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മാർബിളും. പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഏരിയയിൽ കറക്റ്റ് ഇതിനെ അട്രാക്ട് ചെയ്യുന്നത് ഈ വൈറ്റിലേക്ക് കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രേ തീമിൽ ടെക്സ്ചർ ചെയ്തിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയ കണ്ടല്ലോ, ഒരു ലെങ്തി വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് GIയിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രെയിമുകൾ. അതേപോലെ ഇവിടെ ഒരു 3 ചെയർസ് വരുന്നുണ്ട്. അത് നല്ല കുഷ്യൻസൊക്കെ കൊടുത്തിട്ട് പക്ക പിന്നെ ഇതിലാണ് വുഡിലുള്ള വരുന്ന ചെയർസാണ്. അതിന് നല്ല ഈ ഒരു ടൈപ്പിലേക്ക് ഈ ഒരു കളറിന് തീം കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള കുഷ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ മെയിൻ ഡോറിലൊക്കെ വരാം. മെയിൻ ഡോർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മഹാഗണിയിലാണ്. മഹാഗണിയിൽ തന്നെ കറക്റ്റ് നല്ലൊരു ഫ്രെയിം കൊടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് GIയിലാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ പാർട്ടിലോട്ട് പോകാം. കമോൺ. ഇൻറ്റീരിയർ പാർട്ടിലോട്ട് വരുമ്പോൾ ഒരു അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇൻറ്റീരിയർ പാർട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് സ്പേസ് ആണ്. ഈ ലിവിങ്ങിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടല്ലോ, ഇത് നമ്മൾ ലിവിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയാണ് ഇവിടെ നമുക്കൊരു നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു പോയിന്റ്. ഇത് ടെക്സ്ചറിൽ ചെയ്താണ്. അതിനനുസരിച്ച് തന്നെ അതിന് ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വരുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഫാമിലി ലിവിങ്ങിക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു കളർ തീമിന് അനുയോജ്യമായ രീതിയിലാണ് ഇവിടെ കുഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. നല്ലൊരു ഫർണിച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബിഗ് സൈസ് TV യൂണിറ്റ് തന്നെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വരുന്നത് ചാർക്കോൾ ഗോൾഡൻ ലൈനും കൊടുത്തിട്ടാണ് അവിടെ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മുടെ ഇവിടെ ഒരു PVC മൾട്ടിവുഡ് അതേമാതിരി PVC ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ ഒരു ഹൈലൈറ്റ്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് അതിൻ്റെ സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഏരിയനെ നന്നായിട്ട് ഭംഗിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ മേലെ ഒരു ഫാൻസി ലൈറ്റ്, അതേപോലെ തന്നെ അവിടെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൈനിങ്ങിലാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ഏരിയ കറക്റ്റ് നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ ഒരു നമ്മൾ വിൻഡോ വരുന്നുണ്ട് ഈ സൈഡിൽ. അതെന്താണ് ലെങ്ത് അത്രയും ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡബിൾ ഹൈറ്റിൽ ഇത് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഏരിയനെ എന്ത് ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആക്കുന്നത്. അതേപോലെ ഇവിടെ ടേബിൾ വരുന്നതൊരു നമുക്ക് പ്രീമിയം ലെവലിലുള്ള ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു ടോട്ടൽ 8 ചെയേഴ്സ് നമുക്ക് വുഡിൽ നല്ല റെക്സിനയിൽ നമ്മളൊരു പ്രീമിയം ടച്ചിൽ തന്നെ ഇവിടെ ടേബിളും ചെയേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീലിംഗ് കണ്ടല്ലോ, ഈ സൈഡിൽ സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിനീറിലാണ്. പിന്നെ ഈ ഡബിൾ ഹൈറ്റിലും അതെ വിനീറിൽ ചെയ്തിട്ട് അവിടെ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. ഷാൻലിയർ കറക്റ്റ് നല്ല ഭംഗിയിലാണ്, ഒരു വാം ലൈറ്റും ആ ഒരു രീതിയിൽ വരുന്നൊരു ഗോൾഡൻ തീമിലാണ് ആ ഒരു ഷാൻലിയർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു സിങ് ഏരിയ ഉണ്ട് കണ്ടല്ലോ. ഈ സിങ് ഏരിയനോട് ചേർന്നിട്ട് തന്നെ ബാക്ക് സൈഡിൽ എന്താണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കോർട്ട്യാർഡ് ഒന്ന് കാണാം. കോർട്ട്യാർഡിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ സെൻറ്റർ പോർഷനിൽ തന്നെ നമ്മൾ ഒരു ടൈലിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ സൈഡിലൊക്കെ സെൻറ്റർ പോർഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് സ്റ്റോൺ കൊടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുന്നുണ്ട് ഈ കോർട്ട്യാർഡിനെ വേറൊരു ലുക്ക് കിട്ടുന്നത് ഈ ഒരു ഏരിയക്ക്. അതുമാതിരി ഇവിടെ ഒരു ട്രീ പോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ബോർഡറിലൊക്കെ അതേപോലെ തന്നെ ഇവിടെയും ട്രീ പോട്ടുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റോൺ വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ രണ്ട് സൈഡിലും മൊറോക്കൻ ടൈൽ വരുന്നുണ്ട്. നമ്മളവിടെ പറഞ്ഞ പോലെ തന്നെ ആ തീമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇവിടെ മൊറോക്കൻ ടൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ വിൻഡോ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റിൽ വിൻഡോ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പകരമൊക്കെ കംപ്ലീറ്റ് വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ട് കംപ്ലീറ്റ് വെളിച്ചം പുറത്ത് കിട്ടും. രണ്ട് സൈഡും, അത് അപ്സ്റ്റെയറിനും കിട്ടും, നമ്മളെ ഇവിടെ ഗ്രൗണ്ടിലും കിട്ടും. അതേപോലെ അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് കർട്ടൻ സെറ്റ് ചെയ്തിട്ട് ഇനി നേരെ സീലിംഗ് നോക്കും. സീലിംഗിൽ നിന്നും നമുക്ക് പുറത്തെ വെളിച്ചം കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു സ്പേസ് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. GI കവർ ചെയ്ത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. പിന്നെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ ടെക്സ്ചറിൻ്റെ പല മോഡലിലാണ് ഇവിടുന്ന് പല പോർഷനിലും നമുക്ക് കാണാം ടെക്സ്ചർ. അത് ഇവിടെ അതെ ഈ ഒരു തീമിലേക്ക് എന്ത് ചെയ്യുന്നത് പറ്റിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ. അതേമാതിരി ഇവിടെ നല്ലൊരു ഫ്രെയിം ഇതിന് കണക്റ്റ് ആവുന്ന രീതിയിൽ ഈ ഒരു ഏരിയ കണക്റ്റ് ആവുന്ന രീതിയിൽ ഒരു ഫ്രെയിമും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറിയ സിറ്റിംഗ് ഏരിയ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ട പോലെ അവിടെ ചൂരിലെ പഴയ രീതിയിലുള്ള ഒരു ചെയർസ് കൊടുക്കുമ്പോൾ ഇവിടെ ഫുള്ള് വുഡിൽ ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇത് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ ചെയ്തിരുന്ന നമ്മളെ ചൂലിൻ്റെ ചെയേഴ്സാണ് ഇത്. അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഏരിയക്ക് ഒരു ഡിഫറെൻ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ ഒരു ബിഗ് സൈസ് ബെഡ് ആൻഡ് കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഡിഫറൻ്റ് ഉള്ള ഇവിടുത്തെ ഒരു എലഗൻ പോയിന്റ് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു മൂൺ ഡിസൈനിലാണ് ആ ഒരു ഏരിയയുടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലേ, ആ മൂൺ ഡിസൈന് കറക്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ വരുന്ന രീതിയിൽ കറക്റ്റ് പുറത്തുനിന്നാണ് ആ മൂണിൻ്റെ ഒരു കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇത് കംപ്ലീറ്റ് വരുന്ന മൾട്ടിവുഡിലാണ്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് വരുന്ന രണ്ടൊരു കൺസോള് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലും അപ്പുറത്തെ സൈഡും. പിന്നെ മേലെ അതേപോലെ തന്നെ വിനീറും മൾട്ടിവുഡിലെ ആ ലെവലിലാണ് മേലെ ചെയ്യുന്നത്. അതേമാതിരി കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ സീലിങ്ങിൽ വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ബേ വിൻഡോ ലെവലിലാണ്. നമ്മൾ ബേ വിൻഡോ ലെവലിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സീറ്റിംഗ് ഏരിയ ഒരു കർട്ടനും നമുക്കിത് ഒന്നിച്ച് പുറത്ത് വെളിച്ചം കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബും കംപ്ലീറ്റ് മൾട്ടിവുഡും ആ ലെവലിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ മേലെ സ്റ്റോറേജ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് തന്നെ നമുക്കതിന് പിന്നെ നമ്മുടെ വാർഡ്രോബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്ലോസിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. കാരണം ഈ ഏരിയക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ചാർക്കോളിലാണ്. അപ്പോൾ നമ്മൾ ആ ലിവിങ്ങിൽ കാണിച്ച അതേ രീതിയിലുള്ള അതേ പ്രോഡക്റ്റ് തന്നെ, പക്ഷേ അതിൽ നമ്മൾ അതേപോലെ തന്നെ ഗോൾഡൻ ലൈനും ഇതൊക്കെ കൊടുത്തിട്ട്, പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ടോയ്ലറ്റ് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ മെയിൻ പോർഷൻ കിടക്കുന്നത് ഈ ഏരിയയിലാണ്. അത് നമ്മൾ ഇവിടുന്ന് തുറക്കുമ്പോഴേ നമുക്കത് എന്ത് ചെയ്യുള്ളൂ കാണാൻ പറ്റുള്ളൂ. ഈ ക്ലോസ് ചെയ്തിടുമ്പോൾ പക്കപ്പെടാ ആ ചാർക്കോളിൻ്റെ ഡിസൈൻ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരെ പിന്നെ സ്റ്റെയർകേസിൻ്റെ നേരെ താഴെയാണ് ഇവിടെ
ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേസിന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയനെ ടോട്ടലി നല്ലൊരു അട്രാക്ഷൻ പോയിൻ്റ് ആയിട്ട് തന്നെ കാണാം. ഇവിടെ ഫ്രൂട്ടഡ് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ തീമിൽ ഫ്രൂട്ടഡ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അവർ ഇവിടെ നമ്മുടെ ഇതിലൊരു വൈറ്റ് തീമിലാണ് ടേബിൾ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നത്, അതേപോലെ താഴത്ത് കംപ്ലീറ്റ് വരുന്നത് കാണാം നല്ലൊരു ഡിഫറെൻറ്റ് കളറിൽ നല്ല ഇതിനൊരു എലഗൻ്റ് ആക്കുന്ന രീതിയിലാണ് ഒരു മൊറോക്കൻ ടൈലാണ് ഇവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ്. സെക്കൻഡ് ബെഡ്റൂമിൽ വരുമ്പോൾ ഇവിടെ അതേ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. പിന്നെ അതേപോലെ ഒരു കിങ് സൈസ് ബെഡിൽ നമ്മൾ ആ ഒരു ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് ആൻഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ കണ്ടില്ല നമ്മൾ ടോട്ടലി പറഞ്ഞു ഒരു ടെക്സ്ചർ പെയിൻറ്റിന്. അപ്പോൾ ഇവിടെ വേറൊരു തീമിലാണ് ഇതിൻ്റെ ഒരു തീം വരുന്നുണ്ടല്ലേ, ചെറിയ ഡോട്ട്സ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു കളർ പാലറ്റോട് കൂടിയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ ടെക്സ്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിനനുസരിച്ചൊരു എന്തെങ്കിലും ഫ്രെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ 2 വിൻഡോ നോർമലി വരുന്നുണ്ട്. അതേപോലെ കംപ്ലീറ്റ് മൾട്ടിവുഡിലും പിന്നെ 2 കൺസോൾ ചെറിയ സ്റ്റോറേജ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ സീലിങ്ങും അതെ വിനീറിൽ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് ആൻഡ് സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഒരു വലിയ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞല്ലോ വലിയൊരു വിൻഡോ ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പുറത്തുനിന്നുള്ള വെളിച്ചം അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയിട്ടാൽ അത് നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഏരിയയിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നോർമൽ സൈസ് വാർഡ്രോബാണ്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര വരുന്നില്ല, നോർമൽ ടൈപ്പാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. കിച്ചണിക്ക് വരുമ്പോൾ നമ്മൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണ്. ടോട്ടലി നമുക്കറിയാം ഒരു വൈറ്റ് തീമാണല്ലോ. നമ്മൾ ഒരു സൈഡ് നമ്മൾ എലിവേഷൻ്റെ സൈഡായാലും അതൊക്കെ നമുക്ക് വൈറ്റ് തീമില്ല. അത് നമ്മൾ ഇൻറ്റീരിയർ പോർഷനിൽ വരുമ്പോൾ അതിനൊന്ന് ഒരു ഡൗൺ കളറിലോട്ട് വന്ന് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചൺ പോർഷനിൽ വരുമ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് കജാരിയൻ്റെ ടേബിൾ ടോപ്പാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സൈഡ് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. ഒരു ഫ്രൂട്ടഡ് ടൈൽസാണ്. ഒരു വൈറ്റ് തീമിലേക്ക് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഈ ഫ്രൂട്ടഡ് ടൈൽസ് വന്നിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ മേലെ കംപ്ലീറ്റ് വരുന്നത് WPCയിലാണ് കംപ്ലീറ്റ് സ്റ്റോറേജും സെറ്റ് ചെയ്തിട്ടുള്ളത്. WPCയിൽ കംപ്ലീറ്റ് ആണ് സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കൊടുക്കുക, താഴത്തും നമുക്ക് കാരണം അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. അതെല്ലാം WPCയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഏരിയയിൽ ഷട്ടർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉള്ള രീതിയിൽ നമുക്ക് മിക്സിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 2 സൈഡിലുമായിട്ടും നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് പുറത്തൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഗ്ലാസും പ്ലേറ്റും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഒരു ഗ്ലാസ് ടൈപ്പിലാണ് അതിൻ്റെ ഫ്രെയിമെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും പുറത്തേക്ക് നല്ല അട്രാക്ഷനാണ്. ഇവിടെയാണ് ഫ്രിഡ്ജ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു 4 ഡോറിൽ വരുന്ന ലെവലിലുള്ള ഫ്രിഡ്ജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ കറക്റ്റ് ഈ ഒരു ഏരിയക്ക് കണക്റ്റായിട്ട് തന്നെയാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഔട്ടർ ഒരു കിച്ചൺ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു ലെവൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫാർക്കോ ബിൽഡേഴ്സ് ഇൻറ്റീരിയേഴ്സാണ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് നല്ല ഡിസൈൻസിനും ഇവർ ഇൻറ്റീരിയർ പാർട്ടിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ ഫാർക്കോ ബിൽഡേഴ്സ് ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോവാം. അപ്സ്റ്റെയറിലോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതിൻ്റെ ഹാൻഡ് റെയിൽ, സ്റ്റെപ്പ് കംപ്ലീറ്റ് ഇരുളാണ്. പിന്നെ അതേപോലെ ടഫൻ ഗ്ലാസ് ആണ് ഇത് ഇവിടെ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വീണ്ടും നമുക്ക് ആ ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ അടുത്തൊരു അത്ഭുതം. ഇവിടെ ഈ ഒരു തീമിൽ ഈ ഒരു രീതിയിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഡൈനിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതും ഡബിൾ ഹൈറ്റോട് കൂടി വരുമ്പോൾ ഈ വുഡ് ആൻഡ് തീമിലേക്ക് ഇത് കറക്റ്റ് വേറൊരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട്. സീലിങ്ങിൽ ഷാൻലിയർ നല്ല മേലെ വിനീറിനോട് കണക്ട് ചെയ്തിട്ട് ഷാൻലിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കോർട്ട്യാർഡ് വരുന്നത്. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് പിന്നെ അതേപോലത്തെ പിന്നെ ഈ കോർട്ട്യാർഡിനെ ഈ സൈഡ് പോർഷനിൽ നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു ഓപ്പൺ സ്പേസ് GAയിൽ ചെയ്തിട്ട്
അവിടുന്ന് മേലെ നിന്നുള്ള കറക്റ്റ് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അയണിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഏരിയ ആണല്ലോ കറക്റ്റ്. നമുക്ക് ഇനി അവിടുന്ന് ഇങ്ങനെ ഒരു പാസേജ് കൊടുത്തിട്ട് ഇവിടെ കിഡ്സിൻ്റെ ഒരു ഏരിയയാണ്. അവരെ ബുക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനും അതേപോലെ നല്ലൊരു സ്റ്റോറേജും ഇവിടെ കിഡ്സിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവരെ മൊമെൻറ്റോസ്, ട്രോഫീസ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് അവർക്ക് ഇവിടെ ഇരുന്ന് നന്നായിട്ട് അവരെ സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് നമ്മളെ പാരൻസിന് അവർ നോട്ടം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ഈ ഒരു ഏരിയയൊക്കെ ഉള്ളത്. അപ്പോൾ താഴത്തെ നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ ഡബിൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഏരിയക്കും നമുക്ക് എന്താണ് എല്ലാ ഏരിയക്കും ഇവരെ കണക്ടിവിറ്റി ആക്സസും എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ലൈറ്റ് ആണല്ലോ ഫാൻസി ലൈറ്റ്, ഇതൊരു നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല രസമായി തോന്നുന്നു. കാരണം ഉണ്ടല്ലോ ഇത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല എവിടെ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി മോഡലാണ് ഈ ഒരു ഫാൻസി ലൈറ്റ്. രണ്ട് സൈഡിലും ഇവിടെ ഇങ്ങനെ ഉണ്ട്, അതും ഈ ഒരു ഏരിയക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ ഒരു ഫ്രെയിമാണല്ലോ, എന്നാൽ ഇത് ഫ്രെയിമുമാണ്, ഇന്നത് എന്താണ് TV യൂണിറ്റാണ്. നോക്കാം, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴാണ് നമുക്ക് കാണുള്ളൂ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡിസൈനുമായി. നമ്മൾ അപ്പർ ലിവിലേക്ക് കയറുമ്പോഴേ ഒരു വിശാലമായ പാസേജാണ് രണ്ട് സൈഡിലും. നമ്മൾ പറഞ്ഞ നമ്മളെ കിഡ്സ് ഏരിയൻ്റെ ആ ഏരിയക്ക് പോവുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഏരിയ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് കോർണറിലായിട്ട് തന്നെ വിശാലമായ പാസേജാണ്. കാരണം അപ്സ്റ്റെയർ സാധാരണ ഇങ്ങനെ ഒരു ഏരിയ അങ്ങനെ കിട്ടില്ല. സാധാരണ നോർമലി ഒരു കോർണറിലായിട്ട് എന്ത് ചെയ്യും അങ്ങനെ കൊടുക്കണം. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ നമുക്ക് ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഈ കോർട്ട്യാർഡിനെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഒരു ഏരിയനെ വ്യൂ കിട്ടും. അതേപോലെ പുറത്തുനിന്ന് വെളിച്ചം ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വെളിച്ചം കംപ്ലീറ്റ് കിട്ടും. ഇവിടെ നമ്മൾ ഇവിടുത്തെ ഈ ഡിസൈനും കാര്യങ്ങളും താഴത്തേക്ക് നമ്മൾ ഡൈനിങ് ടേബിൾക്ക് കിട്ടുന്ന വ്യൂവും ഒക്കെ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാക്സിമം ലെവലിലാണ് ഈ ഒരു പാസേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ ഇവിടെ ആണല്ലേ ഓരോ ഡിസൈനിൽ GI ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ ചെറിയ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനൊരു ഡിസൈൻ ഉണ്ട്. ഇവിടെ നിന്നും പുറത്തുനിന്നുള്ള വെളിച്ചം ടോട്ടലി വീടിൻ്റെ അകത്തേക്ക് നമുക്ക് 3 സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നത് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിൽ മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഇതെല്ലാം മേലെ ചെയ്തിട്ടുള്ള വിനിയറിൽ, അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞ നമ്മുടെ ഒരു ഷാൻലിയർ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ സിലിണ്ടർ ലൈറ്റ് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. അതൊക്കെ ഈ സീലിങ്ങിനെ എന്ത് ചെയ്യുന്നത് എലഗൻ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഫസ്റ്റ് ബെഡ്റൂമിൽ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ഈ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബെഡ് ആൻഡ് കോട്ട് ആണെങ്കിലും കിങ് സൈസിലാണ്. പിന്നെ അതേ കണ്ടില്ലേ ഒക്കെ ഇവിടുത്തെ ഒരു ഡിഫറൻ്റാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ കണ്ടില്ല ടെക്സ്ചർ പെയിൻറ്റ് ഡിഫറെൻറ്റ് ലെവലിലുള്ള ഒരു പാറ്റേണിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ മൾട്ടിവുഡിൽ അതിൻ്റെ പിന്നെ ആ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 കൺസോൾ നമുക്ക് വരുന്നുണ്ട് സൈഡിൽ, സ്റ്റോറേജ് വരുന്ന രീതിയിൽ. ഇവിടെ നമ്മൾ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് ഉണ്ടല്ലേ നല്ലൊരു ഡിസൈനിലാണ് ഈ ഒരു കളർ തീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിങ്ക് എന്നും പറയാം. ഈ ഒരു കളർ തീമിലേക്ക് കറക്റ്റായി പറ്റിയ രീതിയിൽ തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാൻഡ് റൈലൊക്കെ ഉണ്ടല്ലേ ആ വുഡിൻ്റെ തീം കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജും മേലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രൊഫൈൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ തീമിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ചേഞ്ച് ആക്കാൻ പറ്റും. വാം തീമിലേക്കും ആ ഒരു രീതിയിലേക്കൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റോട് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വിൻഡോ ആണല്ലോ നമുക്ക് വരുന്നത്. പക്ഷേ വിൻഡോയിൽ ഒരു സൈഡ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബാൽക്കണിയിലോട്ടുള്ളൊരു എൻട്രിയാണ്. അത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. കണ്ടില്ലേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം ബാൽക്കണിയിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നിട്ട് എന്ത് ചെയ്യാം ബാൽക്കണിയിലോട്ടും പോവാം. അപ്പോൾ ഇതാണ് ആ ബാൽക്കണി പോർഷൻ. അത് നോർമലി നമുക്ക് ഒരു 2-3-4 ചെയർസൊക്കെ ഇടാം നോർമലായിട്ട്. പക്ഷേ കൂടുതൽ സ്പേസ് ഒന്നും. പക്ഷേ ഇത് മതി നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമുക്കൊരു ബാൽക്കണി ആയിട്ട് യൂസ് ചെയ്യാം. റൂമിൽ നിന്നുള്ളൊരു എൻട്രിയും ആണ്. വിൻഡോ ആയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സീലിംഗ് പാർട്ട് നോക്കുമ്പോൾ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കോബ് ലൈറ്റും അതേപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് അലങ്കരിച്ചു. നമുക്ക് ഇതിൻ്റെ ടോയ്ലറ്റ് ഒന്ന് കാണാം. വിശാലമായ ടോയ്ലറ്റാണ്. അതിൻ്റെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തൊക്കെ കുറച്ച് പ്രീമിയം ലെവലിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇതിൻ്റെ
ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ടൈലും ആവട്ടെ ഒരു മെറ്റാലിക് ഫിനിഷിലാണ് ടൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. അതേമാതിരി നമുക്ക് റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ താഴൊക്കെ വിരിച്ചിട്ടുള്ളത് ബിഗ് സൈസ് ടൈൽസാണ്. പിന്നെ അതേപോലെ ഒരു കിങ് സൈസ് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇതിൻ്റെ ഒരു അട്രാക്റ്റിംഗ് ഏരിയ ഈ ഒരു ഏരിയയാണ്. ഇത് ഫ്രൂട്ടഡ് മൈക്കാണ്. ഫ്രൂട്ടഡ് മൈക്ക് ആദ്യം നമ്മളങ്ങനെ കാണലില്ല, കുറവാണ്. ആ ഒരു നല്ലൊരു ഇതിൻ്റെ ഈ ഒരു ഡിസൈനിക്ക് കറക്റ്റ് ഒരു എലഗൻ്റ് ആക്കുന്ന ഏരിയയും കൂടെയാണ് ഈ ഫ്രൂട്ടഡ് മൈക്ക്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ബെഡ് ആൻഡ് കോട്ടിൻ്റെ സൈഡും അതേപോലെ തന്നെ നമ്മളെ വിൻഡോൻ്റെ സൈഡിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഫ്രൂട്ടഡ് മൈക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ രണ്ട് പ്രൊഫൈൽ ലൈറ്റും ഈ ഫാൻസി ലൈറ്റും നമ്മൾ മറ്റുള്ളതിൽ നിന്ന് കണ്ടതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലും സെയിം മെറ്റീരിയലിന് എവിടെയും കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ടഡ് മൈക്കാണ് ഇവിടെയും വരുന്നത്. പിന്നെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയ ഒരു ഡിഫറെൻ്റ് ലുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഇത് കൊടുത്ത് അതിനൊരു ഗോൾഡൻ ഫിനിഷിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ബോർഡർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയനെ എന്ത് ചെയ്തത് ഡിഫറെൻ്റ് ആക്കുന്നത്. അതേപോലെ ഈ ഫ്രൂട്ടഡിൽ തന്നെ സ്റ്റോറേജും അതേപോലെ ആ ഒരു ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നല്ല ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പിന്നെ ഇതിൻ്റെ ഒരു ഈ റൂമിൻ്റെ ഒരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ടഡ് മൈക്കിലുള്ള മെറ്റീരിയലാണ് ഈ റൂമിനെ എന്ത് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ ഒരു നല്ലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് സൈസ് മിററാണ്. പിന്നെ അതേപോലെ അതും നമുക്ക് ഇതേപോലെ ഓപ്ഷനബിളാണ്. വാം ലൈറ്റും നോർമൽ ലൈറ്റിലേക്കൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണ് വിൻഡോ വരുന്നത്. വിൻഡോ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നോർമലി ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സീലിംഗ് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമൽ ലെവലിലുള്ള സീലിംഗാണ്. പക്ഷേ പ്രൊഫൈൽ ലൈറ്റും കോബ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഫാൻസി ലൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സീലിംഗ് വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ പോർഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു എക്സ്റ്റീരിയർ നമ്മുടെ എലിവേഷൻ സൈഡിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു കണ്ടംപററി വിത്ത് എന്താണ് ഒരു സ്ലോപ്പ്ഡ് റൂഫ് മോഡലാണ്. അപ്പോൾ ആ മോഡലും അതേപോലെ തന്നെ ഇൻറ്റീരിയർ പാർട്ട് ഒരു സ്റ്റാൻഡേർഡ് ഇൻറ്റീരിയറാണ് എല്ലായിടത്തും ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് ഇതിൻ്റെ ടെക്സ്ചർ പെയിൻറ്റുകളാണ്. ടെക്സ്ചർ പെയിൻറ്റുകളൊക്കെ ഡിഫറെൻറ്റാണ്. അതാണ് നമ്മളെ ഇതിൻ്റെ ഓരോ ഏരിയനും എന്ത് ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നത് എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ടെക്സ്ചർ പോയിൻറ്റുകൾ. ആ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തത് എന്ത് ചെയ്യണം ഡിഫറെൻറ്റ് തീമിലാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഈ വീടിൻ്റെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.